ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് പാക് സൈനിക ആസ്ഥാനത്ത് വരെ പ്രതിധ്വനിച്ചു. ഭീകരവാദികൾ എവിടെ ഒളിച്ചിരുന്നാലും അവർ സുരക്ഷിതരല്ല. മാത്രമല്ല, ഭീകരതയുടെ മണ്ണ് ഒരിക്കലും സുരക്ഷിതമാകില്ല. എവിടെ പോയാലും അവരെ വേട്ടയാടുക തന്നെ ചെയ്യും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വാക്കുകളാണിത്. പാകിസ്ഥാന്റെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും ഇന്ത്യൻ മണ്ണിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. പാക് അധീന കാശ്മീരിലൂടെ ഇനിയൊരു മതഭ്രാന്തന്മാരും നുഴഞ്ഞു കയറില്ല എന്നതിന്റെ വ്യക്തമായ മറുപടി കൂടിയാണ് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടി അതിർത്തി മേഖലയിൽ മാത്രമായി ചുരുങ്ങിയില്ല എന്നും റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തും ശക്തമായി തന്നെ ആക്രമണം നടത്തിയെന്നതാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ നിരവധി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഇന്ത്യ വിരുദ്ധ തീവ്രവാദ സംഘടനകളോട് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സൈന്യം പകരം വീട്ടുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടി അതിർത്തി മേഖലയിൽ മാത്രമായി ചുരുങ്ങിയില്ല എന്നും റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തും ശക്തമായി തന്നെ ആക്രമണം നടത്തിയതെന്നും രാജ്നാഥ് സിംഗ് പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള പാക് പ്രതികരണത്തെ അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ സൈന്യം കൃത്യതയോടെ തന്നെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് തകർത്തതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മൾ നിരന്തരം നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയുടെയും നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുകയും നിരവധി കുടുംബങ്ങളെ നശിപ്പിക്കുകയും ചെയ്ത തീവ്രവാദ സംഘടനകളെയും എതിർത്തവരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യൻ സായുധ സേന അവരെ നീതിയുടെ മുന്നിൽ കൊണ്ടുവന്നു. ഓപ്പറേഷൻ സിന്ദൂർ വെറും ഒരു സൈനിക നടപടി മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, സൈനിക ഇച്ഛാശക്തിയുടെ പ്രതീകം കൂടിയാണ്. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ ഉറച്ച ദൃഢനിശ്ചയത്തിന്റെയും സൈനിക ശക്തിയുടെയും പ്രകടനമാണ് ഈ ഓപ്പറേഷൻ എന്നും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതും. ഞങ്ങൾ ഒരിക്കലും അവരുടെ സാധാരണ പൗരന്മാരെ ലക്ഷ്യം വെച്ചില്ല. എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെയാണ് കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചതും. ക്ഷേത്രങ്ങളെയും ഗുരുദ്വാരകളെയും ആക്രമിക്കാൻ അവർ ശ്രമിച്ചു. മറുപടിയായി ഇന്ത്യൻ സൈന്യം ധൈര്യവും സംയമനവും പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തിക്ക് സമീപമുള്ള സൈനിക പോസ്റ്റുകളിൽ മാത്രം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തിയില്ല. ഇന്ത്യയുടെ സൈനിക നടപടിയുടെ പ്രതിധ്വനി പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന റാവൽപിണ്ടിയിൽ വരെ കേട്ടു. ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് ശ്രമിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് ലോകം മുഴുവനും കണ്ടിരിക്കുകയാണ്. ഉറി ആക്രമണത്തിന് ശേഷം നമ്മുടെ സൈന്യം പാകിസ്ഥാനിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെ നടത്തി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയം പിന്തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊരു പുതിയ ഇന്ത്യയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അതിർത്തിക്കകത്തും പുറത്തുമുള്ള ഭീകരതയ്ക്കെതിരെ ഫലപ്രദമായ നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. പഹൽഗാം ഭീകര ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ മറുപടി നൽകിയതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രകോപനമായിരുന്നു ഉണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുകയും അത് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുകയാണ് പിന്നീട് കണ്ടത്. 3 ദിവസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിന് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തന്നെ വെടിനിർത്തൽ ധാരണയോടുകൂടി തന്നെ അയവുണ്ടാകുകയാണ് ചെയ്തത്. എന്നാൽ പ്രഖ്യാപനം വന്നു മണിക്കൂറുകൾക്കിടയിലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനം ഉണ്ടാവുകയും ചെയ്തതായും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.